പാർട്ടിയുടെ അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ്. കട്ട സഖാവ് അരുൺകുമാർ വരെ പറയുന്നത് ദേ ഇങ്ങനെയാണ്. ഒന്ന് കേട്ട് നോക്കൂ. ഒരുപക്ഷേ സഹാക്കന്മാർ വല്ലാത്ത ഒരു വീർപ്പ് മുട്ടലാണ്. പുതിയ ക്യാപ്സ്യൂളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. വർഗീയതയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യനടക്കം ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ ഇവരെ പോയിട്ടല്ലേ ഉള്ളൂ. എങ്ങനെയാണ് തോറ്റതെന്ന് ഞങ്ങൾ പഠിക്കാനൊന്നുമില്ല സഹാവേ, ജനങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. കാരണം ഈ ഭരണം ഞങ്ങൾക്ക് വേണ്ട. 10 വർഷം ഞങ്ങളെ ഭരിച്ച് മുടിപ്പിച്ച് വികസനം തരാതെ അഴിമതി നടത്തി സ്വന്തം കീശ വീർപ്പിച്ച നിങ്ങളെ ഇനി തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. UDF അഴിമതിയും കെടുകാര്യസ്ഥതയും ഗ്രൂപ്പീസവും തമ്മിലടിയും ഒക്കെ കൊണ്ടാണ് പോട്ടെ നിങ്ങൾ വരട്ടെ എന്ന് കേരളത്തിലെ ജനം വിചാരിച്ചത്. അങ്ങനെ 10 കൊല്ലം അവസരം നിന്നപ്പോൾ അതൊരു മുതലാക്കിയെടുപ്പ് അങ്ങ് തുടങ്ങിയല്ലേ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒന്നാം തരം പണിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും പലർക്കും ഇത് അംഗീകരിക്കാൻ മടിയാണ്. അതായത് ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയത്തിൻ്റെതാ വക്കിലെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയതയാണ് കാരണം, UDFും BJPയും തമ്മിലുള്ള അന്തർധാരയാണ് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തള്ളലുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. BJP ജയിച്ചതും UDF ജയിച്ചതും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് അന്തം കമ്മിണി നവീൻ ബാബുവിനെ നാക്കിന്റെ ബലത്തിൽ കൊന്ന ദിവ്യ ചേച്ചി പോസ്റ്റുമായൊക്കെ രംഗത്തെത്തുന്നുണ്ട്. ദിവ്യ ചേച്ചിയെ സഹാക്കന്മാര് വലിച്ചു കീറി ഒട്ടിക്കുന്നുമുണ്ട്. അതായത് AKG സെന്റർ ഇപ്പൊ ചത്ത വീട് പോലെയാണ് കിടക്കുന്നത്. ഈ ചത്ത വീട്ടിൽ ഒരു DJ പാർട്ടി വെച്ച് ഒരാൾ തുള്ളിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അതാണ് ഇപ്പൊ നടക്കുന്നത്. ചത്ത AKG സെന്ററിൽ, ചത്ത വീട് പോലെയായ AKG സെന്ററിൽ PP ദിവ്യയുടെ DJ പാർട്ടി, അതായത് PP ദിവ്യ തുള്ളുകയാണ്. കണ്ണൂരിൽ അത് സംഭവിച്ചിരിക്കുന്നു സഹാക്കളെ എന്നാണ് PP ദിവ്യ പറയുന്നത്. അതായത് ദിവ്യയുടെ പോസ്റ്റ് സ്വന്തം ഭാഗം വെളുപ്പിക്കാൻ, അതായത് ഞാൻ നവീൻ ബാബുവിനെ നാക്കുകൊണ്ട് കൊന്നിട്ടൊന്നും ജനങ്ങൾ അവിടെ എന്നെ മാറ്റി നിർത്തിയില്ല. സഹാവ് പിണറായി വിജയനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. പക്ഷെ എന്നെ അങ്ങനെയല്ല. എന്നെ ജനങ്ങൾ 100% എൻ്റെ വാർഡ് ഇടതുപക്ഷത്തിന്, എൻ്റെ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന് മികച്ച ഭൂരിപക്ഷം കണ്ണൂർ ചൊവ്വലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ചുമന്നിങ്ങനെ നിൽക്കുകയാണ് എന്നാണ് ദിവ്യ ചേച്ചി പറയുന്നത്. ദിവ്യ ചേച്ചിയുടെ പോസ്റ്റ് കമ്മിണികൾ, അതായത് അന്തം കമ്മിണികളും ദിവ്യ ചേച്ചിയെ വാരിയിട്ട് തകർക്കുകയാണ്. ഒരു ആര്യ രാജേന്ദ്രൻ ഇരുന്ന് തിരുവനന്തപുരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇല്ലാതാക്കിയതുപോലെ നിനക്ക് ഇനിയും മതിയായില്ലേടി എന്നാണ് ചോദിക്കുന്നത്. അതായത് ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ ഞങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് റീത്ത് വെച്ച് നീ അങ്ങ് അർമാദിക്ക് എന്നാണ് ചോദിക്കുന്നത്. ഈ തെറിവിളിയോട് തെറിവിളിയാണ് ദിവ്യ ചേച്ചിക്കെതിരെ പറയുന്നത്. അതായത് ഈ കപ്പൽ മുങ്ങി, ഇനി പൊങ്ങില്ല. കപ്പല് ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും മുങ്ങാനുള്ള അവസ്ഥയിലാണ്. ഇനി പഠിച്ചു തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല മുഖ്യ എന്നാണ് പലരും പറയുന്നത്. മാത്രമല്ല ദിവ്യ ചേച്ചിക്ക് പഞ്ചായത്തിലും അവിടെയൊക്കെ 100% കിട്ടിയെങ്കിൽ പത്തനംതിട്ട, അതായത് നവീൻ ബാബുവിന്റെ ജില്ലയിലെ പത്തനംതിട്ടയിൽ UDF കൊണ്ടുപോയി എന്നുള്ളതാണ്. സഹാക്കന്മാർ വരെ UDFന് കുത്തി എന്നുള്ളതാണ്. അതായത് സഹാക്കന്മാരുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ജനങ്ങൾ തന്നെ മറുപടി കൊടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിവ്യ ചേച്ചി പോസ്റ്റ് ഇട്ട് നാറിപ്പുഴുക്കുന്നത്. പോസ്റ്റിന് താഴെ പച്ച തെറിവിളികളാണ്. അതായത് അവര് പറയുന്നത് ഈ കപ്പൽ മുങ്ങി, ഇനി പൊങ്ങില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ 75% നിങ്ങളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ജയിച്ചതിനേക്കാൾ കഷ്ടം ഇവരെ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിനാണ്. വടക്കൊരു മഹതി, തെക്ക് വേറൊരെണ്ണവും ചേർന്ന് കപ്പൽ മുക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണ് പോസ്റ്റുകൾ. വിമർശനങ്ങളും തെറിവുകളും, ഇതിൽ വലിയ തെറിവുകളുണ്ട്. അതൊന്നും പുറത്തു പോലും പറയാൻ കൊള്ളാത്തതാണ്. എന്തായാലും 75% വരെ അങ്ങ് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടല്ലോ. ആ ചവിട്ടി പുറത്താക്കിയതിൽ കമ്മികളുടെ പങ്ക് ചെറുതല്ല എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പിണറായി വിജയന്റെ ഏകാധിപത്യവും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ തുടങ്ങിയ ഒരുപറ്റം പുരുഷ കേസരിമാരുടെ വീരകഥകളല്ലേ പറയാനുള്ളൂ. അവരുടെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും തോതല്ലേ ഏറ്റവും കൂടുതൽ അളക്കാറുള്ളത്, ജനങ്ങൾ സംസാരിക്കാറുള്ളത്. പക്ഷേ സഹാത്തികളെ നമ്മൾ വിട്ടുപോകരുത്. അതായത് ഇപ്പോൾ കപ്പൽ മുക്കിയതിൽ ഈ സഹാത്തികൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് CPM അണികൾ തന്നെ പറയുന്നത്. PP ദിവ്യയുടെ കാര്യം മുതൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഒരു മനുഷ്യനെ അയാളുടെ യാത്രയപ്പ് വേദിയിൽ കയറി ചെന്ന് ആക്രമിക്കുക, നാക്കുകൊണ്ട് മുറവയിപ്പിക്കുക, അപമാന ഭാരത്താൽ ആ മനുഷ്യൻ സ്വയം അങ്ങ് ഇല്ലാതാകുന്നു, കൊന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിനുശേഷം ഇവർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? പോലീസിന് പോലും പിടിക്കാൻ കഴിയുന്നില്ല. അവസാനം AKG സെന്ററിൽ പോയി ഇരിക്കുകയായിരുന്നു ദിവ്യ. ഞങ്ങളെ ഒന്ന് അറസ്റ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ കോടതി ഞങ്ങളെ ചവിട്ടി പുറത്താക്കും, അങ്ങനെ ഒരു കനിവ് കിട്ടി PP ദിവ്യ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നു. പക്ഷേ പോലീസ് ദിവ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. അതിനുശേഷം അവിടെ നടന്നത് അവരുടെ അഹങ്കാരം എത്രത്തോളമായിരുന്നു ആ മനുഷ്യനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നതിൽ ഇവർ കാണിച്ചത്. കണ്ണൂർ എന്തോ വലിയ സോവിയറ്റ് റഷ്യ എന്നൊക്കെയുള്ള സോവിയറ്റ് യൂണിയൻ പോലെ ആയിരുന്നല്ലോ ഇവരുടെ അഹങ്കാരം. ഇവിടുത്തെ ഏകാധിപത്യം ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങൾക്ക് എന്തും കാണിക്കാം, ഞങ്ങൾക്ക് ആരെയും കൊല്ലാം, ഞങ്ങൾ ആരെയും കൊല്ലും എന്നുള്ള ഒരു അഹങ്കാരമല്ലേ ഈ സ്ത്രീ കാട്ടിക്കൂട്ടിയത്. ഒന്ന് ഓർത്തു നോക്കണം. ഒരു പെട്രോൾ പമ്പിന് NOC കൊടുക്കുന്നത് കൈക്കൂലി വാങ്ങിയെന്ന്.
പക്ഷേ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കാൻ ഇന്നീ നിമിഷം വരെ ഈ പിണറായി വിജയന്റെ കക്ഷത്തിരിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഇവർ വീണ്ടും വീണ്ടും ആ മനുഷ്യനെയും ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഭാര്യയും 2 പെമ്മക്കളെയും അപമാനിക്കുന്ന രീതിയല്ലേ പുറത്തെടുത്തത്. പത്തനംതിട്ടയിലെ CPMമാർക്ക് പോലും ഒരു അക്ഷരം പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. കാരണം കണ്ണൂരിലെ CPMന്റെ ആധിപത്യത്തിൽ ഭയന്ന് വിറച്ചു പത്തനംതിട്ടയിലെ CPMമാർ പഞ്ചപുച്ഛമടക്കി നിന്നു. പക്ഷെ അവർ പഞ്ചപുച്ഛമടക്കി നിന്നപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തിരിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ജനം പ്രതികരിക്കുന്നത്. അത് ഓർമ്മയിൽ ഉണ്ടാകണം. ഓരോ സഹാത്തിക്കും സഹാക്കന്മാർക്കും മുകളിൽ ജനങ്ങൾ അങ്ങ് കയറിയിരുന്ന് ഭരിക്കാൻ തുടങ്ങുമെന്ന് നിങ്ങൾ മറക്കരുത്. അത് തന്നെയാണ് ഇവിടെ കണ്ടത്. അതായത് തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരവും ധാർഷ്ട്യവും കക്കലും മുക്കലും അഴിമതിയും ആറ്റുകാൽ അമ്മയെപ്പോലും വിറ്റുള്ള അഴിമതിയൊക്കെ കണ്ട് ജനങ്ങൾ മടുത്തിരിക്കുമ്പോഴാണ് 54 സീറ്റ് വാങ്ങിയിട്ട് അവസാനം CPMന് 20-ൽ 22-ലൊക്കെ ഒതുങ്ങേണ്ടി വന്നത്. വമ്പേ പരാജയമായി പോയി കേരളത്തിൽ CPM എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കോർപ്പറേഷൻ, അതും UDF മേയറും LDF മേയറും UDF ഉപമേയറുമായി ഭരിക്കേണ്ട ഒരു ഡെപ്യൂട്ടി മേയറുമായി ഭരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ അത്ര ദയനീയമായ ഒരു പരാജയം കാഴ്ചവെച്ചിട്ടും പോസ്റ്റ് ഇടുന്നതിൽ അന്തം കമ്മികൾക്ക് ഒരു കൂസലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനി ഈ കേരളത്തിൽ BJPയും UDFും ചേർന്ന് ഈ UDFിനോട് BJPയോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ജനങ്ങൾ ഒരു അവസരം തന്നു. ആ അവസരം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നവർ നോക്കും. അത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇനി LDF വേണ്ട എന്നവർ പൂർണ്ണമായും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാതെ ഗ്രൂപ്പിസവും തമ്മിലടിയും ബഹളങ്ങൾ 2 പാർട്ടിക്കാരോടുമാണ്. തമ്മിലടിയും ഗ്രൂപ്പിസവും ബഹളമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം വികസനമാണ്, അവർക്ക് ആനുകൂല്യങ്ങളാണ്, അവർക്ക് പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുകയാണ്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്ദി, തിരുവനന്തപുരത്ത് വലിയ വികസനം കൊണ്ടുവരും എന്നൊക്കെയുള്ളത്. തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളുകൾ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇനി വലിയ വികസനങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ അവസരം ഉണ്ടാക്കേണ്ടത് കേരളത്തിലെ BJP നേതാക്കളാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ BJP അദ്ദേഹം അധ്യക്ഷനായി വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJP കോർപ്പറേഷൻ BJP കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു നിരീക്ഷണ പാഠമൊക്കെ ഉണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ ഈ K. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്ത് വരുമെന്നുള്ള ഒരു വാർത്ത ഞങ്ങൾ മീഡിയ മലയാളത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ വലിയ സംഭവം എന്നൊക്കെ അങ്ങനെ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വരാതിരിക്കാൻ 5 കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വാർത്ത മാറ്റി ചെയ്യണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ആ തരത്തിലേക്ക് പോയില്ല. കാരണം എനിക്ക് എൻ്റെതായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. കാരണം കേരളത്തിലെ BJPയെ വളർത്തണം എന്നുള്ളത് കേന്ദ്രത്തിന് ഒരു വലിയ അജണ്ടയായി അവർ ഏറ്റെടുത്തു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ എത്രത്തോളം K. സുരേന്ദ്രൻ മികച്ച ഒരു അധ്യക്ഷനായിരുന്നില്ല എന്നല്ല പറയുന്നത്, അദ്ദേഹത്തിന് കുറേ കൂടി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ സംസാരിക്കാൻ, കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന ഒരാളാണ്. പലർക്കും ഒരു എന്താ പറയുക, പരിധി വിട്ട് ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആളുകളുടെ വരവ് ഒരുപക്ഷെ BJPക്ക് വലിയ ഗുണം ചെയ്യും. BJP ഇനിയെങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നന്ന്. പാർട്ടിയും വഴക്കും ബഹളവും ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് വികസനം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഇരു പാർട്ടികളും മുന്നോട്ട് പോകട്ടെ.